ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 19 ലീലാ സരോവരാദി മഹാത്മ്യ വർണ്ണനം. 100 യോജന വിസ്തീർണമുള്ളതും 400 യോജന ചുറ്റളവുള്ളതുമായ ദ്വാരവതീ മണ്ഡലത്തിൻ്റെ മധ്യത്തിൽ 12 ചതുരശ്ര യോജന വിസ്തീർണമുള്ള ദുർഗം ശ്രീകൃഷ്ണ ഭഗവാൻ പണി കഴിപ്പിച്ചു. അതിനു ചുറ്റുമുള്ള രണ്ടാമത്തെ ദുർഗം 90 ക്രോശവും മൂന്നാമത്തേത് 150 ക്രോശവും വിസ്തീർണമുള്ളതാകുന്നു. ഈ കോട്ടയുടെ ഉള്ളിലായി 9 ലക്ഷം മനോഹര ഹർമ്മ്യങ്ങൾ ഭഗവാൻ പണി കഴിപ്പിച്ചു. അവിടെയുള്ള രാധാകൃഷ്ണ മന്ദിരത്തിന് മുന്നിൽ ഗോലോകത്തിൽ നിന്നു കൊണ്ടുവന്ന ലീലാ സരോവരം എന്ന പുണ്യതീർത്ഥം സ്ഥിതി ചെയ്യുന്നു. അവിടം സ്നാനം ചെയ്യുന്നവർ ശ്രീകൃഷ്ണൻ്റെ സാരൂപ്യം ലഭിച്ച് ഗോലോകം പ്രാപിക്കും. ഇതിനു പുറമെ 16,108 മണിമന്ദിരങ്ങളും ജ്ഞാനതീർത്ഥവുമുണ്ട്. കൂടാതെ ഹരിമന്ദിരം, 5 യോജന വിസ്തീർണമുള്ള കൃഷ്ണകുണ്ഡം എന്നിവയും അവിടെയുണ്ട്. ജാംബവതി സുതനായ സാംബൻ്റെ കുഷ്ഠരോഗം മാറിയത് കൃഷ്ണകുണ്ഡത്തിൽ സ്നാനം ചെയ്തിട്ടാണ്. അതിനു കിഴക്കായി ബലഭദ്ര തീർത്ഥമുണ്ട്. ബലഭദ്രൻ രേവതിയോടുകൂടെ യജ്ഞം ചെയ്ത സ്ഥലമാണത്. ഭഗവത് മന്ദിരത്തിൽ നിന്ന് കിഴക്കാണ് ഗണേശ തീർത്ഥം. ജനിച്ച ഉടനെ ശംബരനാൽ മോഷ്ടിക്കപ്പെട്ട പ്രദ്യുമ്നനു വേണ്ടി രുക്മിണീ ദേവി ഇവിടെ പൂജ ചെയ്തിരുന്നു. ഭഗവാന്റെ മന്ദിരത്തിൽ നിന്ന് പടിഞ്ഞാറായി 200 വിൽപ്പാടകലെയാണ് ദാനതീർത്ഥം. ബദര്യാശ്രമത്തേക്കാൾ പുണ്യവത്താണ് ഈ ദാനതീർത്ഥ സ്നാനം. ഇവിടുത്തെ സ്നാനത്തിൻ്റെ പുണ്യം ചിത്രഗുപ്തനു പോലും ഗണിക്കാനോ ബ്രഹ്മാവിനു പോലും വിവരിക്കാനോ സാധ്യമല്ല. ദാനങ്ങളിൽ ശ്രേഷ്ഠമായ അശ്വദാനം, ഗജദാനം, രഥദാനം, ഭൂമിദാനം, അന്നദാനം എന്നിവയുടെ ഫലം ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതാണ്. ദാനതീർത്ഥത്തിൽ വെച്ച് അന്നദാനം ചെയ്യുന്നവൻ ദേവ ഋഷി ഭൃത്തുക്കൾക്കുള്ള ഋണങ്ങളിൽ നിന്ന് വിമുക്തനായി വിഷ്ണുലോകം പ്രാപിക്കും. മാത്രമല്ല അച്ഛൻ, അമ്മ, ഭാര്യ വഴി 10 തലമുറയിലെ പുരുഷാന്തരങ്ങൾ ഉദ്ധരിക്കപ്പെട്ട് സാരൂപ്യമുക്തിയും വിഷ്ണുലോക പ്രാപ്തിയും ഉണ്ടാകും. ഹരിമന്ദിരത്തിൻ്റെ വടക്കായി 1/2 ക്രോശ മാത്രം ദൂരത്തിൽ മായാതീർത്ഥം സ്ഥിതി ചെയ്യുന്നു. സിംഹാരൂഢയായ ദുർഗ അവിടെ വിരാജിക്കുന്നു. സ്യമന്തകത്തിനു വേണ്ടി ഭഗവാൻ അന്വേഷിച്ച് ജാംബവാന്റെ ഗുഹയിൽ എത്തിയ സമയത്ത് ഭഗവാനു വേണ്ടി ദേവകി ഇവിടെ പൂജ നടത്തിയിരുന്നു. 28 ദിവസമായിരുന്നല്ലോ ജാംബവാൻ ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്തത്. അപ്പോൾ ദേവകി മാതാവ് തൻ്റെ കുഞ്ഞിന് കൃഷ്ണന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് പൂജ ചെയ്തിരുന്നു. മായാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദേവിയെ പൂജിച്ചാൽ മനോരഥങ്ങളെല്ലാം സിദ്ധിക്കും. ഹരേ കൃഷ്ണ.